ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് ഡെക്സ്റ്റർ തിരിച്ചു പോവുകയാണ്. ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ എയർപോർട്ട് ട്രിപ്പ് പോകുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ പോക്കിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ തീരദേശ റൂട്ടിലൂടെയാണ് പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റ് എൻ്റെ ഫ്രണ്ടിന് ഞാൻ അന്നെടുത്തൊരു ബ്ലാക്ക് സാരി ഇല്ലേ, അതുപോലെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് പൊട്ടിയിരിക്കുന്നത് അത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ടാണ് കേട്ടോ. അത് പോകുന്ന വഴിക്ക് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നീടാണ് അറിഞ്ഞത് പോകുന്നത് തീരദേശ റൂട്ടിലൂടെയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ NH ടച്ച് ചെയ്ത് അതങ്ങ് കൊടുത്തിട്ട് വരാമെന്ന് കരുതി. ബർത്ത്ഡേ പ്രമാണിച്ച് ഡെക്സ്റ്റർ ഗിഫ്റ്റ് ചെയ്ത ടോപ്പാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് അതങ്ങ് ഓൾട്ടർ ചെയ്തു. ഇന്നലത്തെ ചപ്പാത്തിയും കുറച്ച് BBQ പീസസും ഒക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ അലൻ എഴുന്നേറ്റ് അത് കഴിക്കുന്നത് കണ്ടു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. പോകുന്ന വഴിക്ക് മസാല ദോശ കഴിക്കാനുള്ളതല്ലേ. ഈ റൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങ് എത്തുന്നത് വരെ കടലിനും കായലിനും നടുവിലൂടെയുള്ള റോഡിലൂടെ ആയിരിക്കും പോകുന്നത്. ദേ ആ ഗോപുരം പോലെ കാണുന്നതാണ് സിസിജി അക്വാ സ്പോർട്സ്. അലൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ബോട്ടിലേക്ക് പെട്രോൾ വേണമായിരുന്നു. അവിടെ ഒന്ന് പോസ് ചെയ്ത് ക്യാൻ അങ്ങ് കൊടുത്തിട്ട് വീണ്ടും ജേണി തുടങ്ങി. കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങ് പോന്നോളൂ. എൻ്റെ കയ്യിൽ കൂപ്പൺ കോഡൊന്നും തരാനില്ല, പക്ഷേ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി. 10% ഡിസ്കൗണ്ട് ചിലപ്പോൾ വാങ്ങിച്ചു തരാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പരവൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിസിജിക്ക് കുറച്ച് അപ്പുറത്തായിട്ട് ഇതുപോലെ രാവിലെ മീൻ പിടിക്കുന്ന സ്ഥലമുണ്ട്. രാവിലെ ഇവിടെ വന്ന് പച്ച മീൻ, നല്ല പിടയ്ക്കുന്ന മീൻ വാങ്ങാനുള്ളവരുടെ തിരക്കാണ് ഈ കാണുന്നത്. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് വലയിൽ അഴിക്കുന്ന പാടെ അവർ മേടിച്ചുകൊണ്ട് പോകും. പരവൂരിലുള്ള പുഴിക്കരയാണ് ഈ കാണുന്നത്. കടലും കായലും തമ്മിൽ ചേരുന്ന സ്ഥലം. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഇതുപോലെ കടലും കായലും ചേരുന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മൾ പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ സ്ഥലം, കടലും കായലും ഒന്നിക്കുന്ന വർക്കലയിലുള്ള കാപ്പിൽ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെ ആകാമെന്ന് കരുതി കുറച്ചപ്പുറത്തായിട്ടുള്ള ദ്വാരക റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. ജയ്പൂരിലേക്ക് തിരിച്ചു പോകും മുമ്പ് കേരള പൊറോട്ട വീണ്ടും കഴിക്കുന്ന ഡെക്സ്റ്റർ. കൂടെ എഗ് കറിയാണ് പറഞ്ഞത്. ഇത് വെജ് ഹോട്ടലാണ്. 3 ചായയും. ചായ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. ആലൻ രാവിലെ ആ BBQ പീസസും 2-3 ചപ്പാത്തിയും കഴിച്ചതുകൊണ്ട് എനിക്ക് മസാല ദോശയുടെ കൂടെ കിട്ടിയ വടയും പിന്നെ 2 പഴംപൊരിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് കുറച്ചപ്പുറത്തായിട്ട് കാപ്പിൽ കായലിൻ്റെയും അറബിക്കടലിൻ്റെയും നടുക്കായിട്ട് 5 തെങ്ങ് ഫോർട്ട് ഉണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ ആദ്യത്തെ ട്രേഡിംഗ് ഫാക്ടറിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1694 ആറ്റിങ്ങൽ റാണിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള റോഡിൽ ഒരുപാട് പള്ളികളും പള്ളിപ്പെരുന്നാളും ഒക്കെ ഉണ്ടായിരുന്നു. കുരിശടി പെരുന്നാളാണ് എൻ്റെ മൈൻഡിലൂടെ അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. വീടുകൾ കടലെടുത്ത് പോവാറില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? ദേ ഈ കാണുന്ന വീടുകളിലെ പകുതിയൊക്കെ കടലെടുത്ത് തന്നെ പോയതാണ്. സീ വോളിൻ്റെ നിർമ്മാണം കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നിന്നേനെ. വൈകി പോയതുകൊണ്ട് മാത്രം കടലെടുത്ത് പോയ വീടുകൾ. നമ്മൾ NH റൂട്ട് എടുക്കുന്നതിനേക്കാളും വൈകിയേ എയർപോർട്ട് എത്തുള്ളൂ. പക്ഷേ ദ വ്യൂ ഇസ് ബ്രെത്ത് ടേക്കിംഗ്. അപ്പുറത്തെ കായലിൽ ഒരു ബോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇനിയാണ് കടലും കായലും കൂടി ഒന്നിക്കുന്ന 3ാമത്തെ സ്ഥലം, പൂവാർ. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ബട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ. ഒരു വെറൈറ്റിക്ക് ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ നമുക്ക് ഇവിടെ അങ്ങ് ആക്കി കളയാം. BGM വരട്ടെ. സത്യം പറഞ്ഞാൽ ക്യാമറ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ് പോലും കാണുന്നില്ലായിരുന്നു. അത്രയ്ക്ക് വെയിലായിരുന്നു. അത്ര വെയിലിൻ്റെതാണ് ഇത്ര ക്ലാരിറ്റി. വീണ്ടും ഏതോ പള്ളിപ്പെരുന്നാൾ. കറക്റ്റായിട്ട് ഈ പള്ളികളൊന്നും തപ്പി പേര് പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിനിടയിൽ ഞാൻ ChatGPTനെയും കൂടെ വിളിക്കണം. അങ്ങനെ എന്തായാലും ഇത്രയും നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മളതേ എയർപോർട്ട് എത്തി. ഈ സൈഡിൽ കാണുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, എയർപോർട്ടിൻ്റെ മതിലാണ്. ഡെക്സ്റ്റർ ആലൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകനാണ്. അവൻ്റെ മാരേജിനായിട്ടാണ് ജയ്പൂർ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് പുറത്തെങ്ങോട്ടെങ്കിലും പോണത്, അതായത് കേരളത്തിൽ നിന്ന് പുറത്ത് പോകുന്നത് അതായിരുന്നു. ബൈ. Like, subscribe.
ആള് കടുത്തൊരു പഴംപൊരി ഫാനാണ്. അവിടെ ചെന്ന് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് 2 കിലോ ഏത്തപ്പഴവും ഒക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ചാനലിൽ മുൻപ് വർക്കലയിൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു വ്ലോഗ് ഉണ്ട്. അതിലുള്ള സ്വീറ്റി ഡെക്സ്റ്ററിൻ്റെ പെങ്ങളാണ്. സാരി കൊടുക്കാനായിട്ട് തിരിച്ച് NHലേക്ക്. മഴ ദേ ഇങ്ങെത്തി. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ട്. സിറ്റുവേഷൻ അനുസരിച്ചാണ് ഞാൻ പാട്ടിടുന്നത്. മഴ വന്ന ഉടൻ ബ്ലോക്കും വന്നു. അത് പിന്നെ മഴ ഇല്ലെങ്കിലും വരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റൈഡ് ചെയ്യാനോ ഡ്രൈവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് മൂവ് ചെയ്ത് പോവാം, അത്ര തന്നെ. മേവറത്തിനടുത്ത NH റോഡിൽ അവൾ വന്നിരുന്നു. സാരിയൊക്കെ കൊടുത്തു. കുറച്ച് അപ്പുറത്തായിട്ട് കണ്ടൊരു സ്പോട്ടിൽ നിന്ന് വീട്ടിലെ ഊണെന്ന പേരിൽ ഒരു പൊതി ചോറും ഒക്കെ മേടിച്ചു ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ദിവസമായിട്ട് നോൺ വെജ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് വീട്ടിലെ ഊണാകാമെന്ന് കരുതി. മീൻകറിയും മീൻ വറുത്തതും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ ചോറൊക്കെ കഴിച്ചൊരു ഉറക്കം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇന്ന് മുതൽ പെരുന്നാൾ പിരിവിന് ഇറങ്ങുവാണ്. പെരുന്നാളിന് ഇറങ്ങുമ്പോൾ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കൽ. ആ വലിയ കൂടിയുള്ളതാണ് പീറ്ററച്ചൻ കുരിശടി നിർമ്മിച്ചപ്പോൾ ഉള്ള രൂപം. ഓലമേഞ്ഞ് തറയിൽ മണ്ണോട് കൂടിയിട്ടുള്ളൊരു കുരിശടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ രൂപം ഈ കാണുന്ന ചെറിയ രൂപമായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് കാക്കത്തോപ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ വിചാരിച്ചത് ശരി തന്നെയാണ്. കാക്കകൾ കൂടുതലുള്ളതുകൊണ്ടാണ് കുരിശുമൂട് കഴിഞ്ഞുള്ള പാർട്ടിനെ കാക്കത്തോപ്പ് എന്ന് പറയുന്നത്. മഴയാണോ വെയിലാണോ വരാൻ പോണേന്ന് അറിയത്തില്ല. കുരിശടിയുടെ അടുത്ത് നല്ല വെയിലുണ്ട്. അങ്ങ് കൊല്ലം ബീച്ചിൻ്റെ ഭാഗത്ത് കുറച്ച് മഴക്കോള് പോലെ കാണുന്നുണ്ട്. സേറയുടെ പപ്പ ഓട്ടം പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടിക്ക് കയറി. കഴിഞ്ഞ 2 വീഡിയോസിൽ കടൽ ഓഫ് ദ ഡേ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഇന്ന് ഞാൻ ക്യാമറ എങ്ങനെ വെച്ചാലും കടൽ ആ ഫ്രെയിം മനോഹരമാക്കിക്കൊണ്ടിരിക്കുവാണ്. ഒരുറക്കം കഴിഞ്ഞതിൻ്റെ ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ട്. ഇനി ഈ പിരിവൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി ഡിന്നർ ഉണ്ടാക്കാനായിട്ട്. ആലനോട് പറഞ്ഞാൽ എന്തെങ്കിലും മേടിക്കും. പക്ഷെ ഇനിയും പുറത്തുനിന്ന് കഴിക്കാൻ ഒരു മടി പോലെ. എൻ്റെ കൂടെ ഉള്ളത് സേറമോളുടെ അമ്മ, ആച്ചി ചേച്ചി, ശാന്ത ചേച്ചി, പിന്നെ ധനുജ് ആൻറ്റിയാണ്. അടുത്ത ഇലക്ഷൻ ഇവിടെ മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇസബല്ലയാണ്. അത് ബബി ആൻറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ബബി ആൻറ്റി ജോലി കഴിഞ്ഞ് ബസ്സിൽ ഇപ്പോൾ ഇറങ്ങി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങുമ്പോൾ ബബി ആൻറ്റി ഇല്ലായിരുന്നു. ഇവിടെ ഒരു 2-3 വീടുകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കടത്തുവള്ളം. ആ നേരെ കാണുന്നത് അടച്ചുപോയ ഒരു ഓട്ട് കമ്പനിയുടെ ബാക്കിയാണ്. കടത്തിനപ്പുറത്തായിട്ട് അമ്പലവും ഉണ്ട്. നമുക്കിനി വള്ളത്തേലൊന്നും പോവാം. ക്യാമറാമാനെ ഇപ്പുറത്ത് നിർത്തിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അക്കരെ ചെല്ലുമ്പോൾ ഇറങ്ങുന്ന വിഷ്വൽസ് ഒന്നും ഇതിൻ്റെ അകത്ത് ചോദിക്കരുത്. ഫോൺ ഈ സൈഡിലാണെന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ശാന്ത ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ഫോണും കൊടുത്ത് വള്ളത്തേൽ കയറി. പണ്ട് ലില്ലിയമ്മച്ചി ഞങ്ങളെ ഇങ്ങനെ പാടി ഉറക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ വരികളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിൻ്റെ തീം കടത്ത് വള്ളത്തിലുള്ളൊരു മുത്തശ്ശിയെക്കുറിച്ചായിരുന്നു. എപ്പോഴോ എന്തോ കഴിഞ്ഞ് വന്നപ്പോൾ മുത്തശ്ശി അമ്മയെ കാണുന്നില്ല, വള്ളം അവിടെയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ കടത്തിൽ കയറിയാലും എനിക്കത് ഓർമ്മ വരും കേട്ടോ. ഞാൻ കടത്തിൽ കയറിയിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ടാണ് എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിൽ നിങ്ങളത് കാണാതിരുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു യൂസ് ഇല്ലല്ലോ. പാലം കിടക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് പോകാനല്ലേ നോക്കത്തുള്ളൂ. നമ്മുടെ വീടിനടുത്തായിട്ട് കടത്തുണ്ടായിരുന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസം സിനിമ കഴിഞ്ഞ് ലിജോ ഒരു ചെറിയ പാലത്തിൽ കൂടെ കയറി പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതൊരു ചെറിയ പാലമാണ്. സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പോവാം. പക്ഷേ ബൈക്കും ഓട്ടോയും ഒന്നും പോകത്തില്ല. നടന്ന് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാലം. ഇവിടെയും അങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഈ കടത്തൻ ചിലപ്പോൾ നിൽക്കും. പക്ഷേ നൊപ്ലാഞ്ചിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്ന് കുറച്ച് കൂടുതലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പള്ളിനേരി പാലം കടന്നാൽ വീട്ടിലോട്ട് പെട്ടെന്ന് വരാമെങ്കിലും ഒന്നിങ്ങനെ കറങ്ങി കടത്തിൽ കയറാൻ വേണ്ടി മാത്രം വന്ന സമയങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ കടത്തിൽ ആളില്ലാണ്ടായി. കയറ് പിടിച്ച് നമ്മൾ തന്നെ വരണം. അതും ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തത്. പിന്നീട് എപ്പോഴോ പത്രത്തിൽ ഈ ഭാഗത്ത് എവിടെയോ കായലിൽ നിന്ന് ഒരു തലയോട്ടിയും സ്കെൽറ്റൻ്റെ ബാക്കിയൊക്കെ കിട്ടി. അന്വേഷണത്തിൽ ആരെയോ കൊന്ന് ചവിട്ടി താഴ്ത്തിയതാണെന്നും പിന്നെ കൊന്ന ആൾക്കാരെയൊക്കെ പിടിച്ചു. അതിനുശേഷം പേടിയായിപ്പോയി. വീട്ടിൽ കട്ടിലിൻ്റെ താഴെയായിരുന്നു അന്ന് തേങ്ങ അടത്തുമ്പോൾ അമ്മ തേങ്ങയൊക്കെ ഇടുന്നത്. രാത്രി ഉറക്കത്തിൽ ഞാൻ എഴുന്നേറ്റ് കരഞ്ഞ് നിലവിളിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കട്ടിലിൻ്റെ താഴെ തലയോട്ടിയാണെന്നും പറഞ്ഞിട്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. നീ ഇതുപോലെ പ്രചരണത്തിനും എൻ്റെ കൂടെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഏതോ സിനിമയിൽ ജഗദീഷ് പറയുന്ന പോലെ അതിനായിട്ട് എൻ്റെ ഈ 2 കണ്ണല്ല 3 കണ്ണും തരുമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെൻ്റെ ക്യാമറ കണ്ണ്. നമ്മുടേത് വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയാണ്. കാക്കത്തോപ്പിലുള്ളത് നിത്യസഹായ മാതാ പള്ളിയാണ്. ഈ പള്ളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അകത്ത് കാണുന്ന ബോർഡാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. പണ്ടിതിലെ കോളേജിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ നീ ബോർഡ് നോക്കിയിട്ട് അന്ന് എനിക്ക് എന്ത് വേണമെന്ന് തോന്നുന്നു അതങ്ങ് പറയുമായിരുന്നു. ആ കടയിലെ ചേച്ചി
നിങ്ങൾ മാതാവിന് വേണ്ടി നടക്കുന്നതല്ലേ, ഇത് കുടിച്ചോന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്ന ജ്യൂസാണത്. ഞങ്ങൾ പോകുന്നിടത്ത് എല്ലാവരും ഇത്ര നല്ല മനസ്സുള്ളവരൊന്നും അല്ല കേട്ടോ. വളരെ ഓക്വേർഡായിട്ട് പെരുമാറുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഈ കമ്മിറ്റിക്ക് ചേരാൻ തുടങ്ങിയിട്ടും പിരിവിനിറങ്ങാൻ തുടങ്ങിയിട്ടുമൊക്കെ 3-ാമത്തെ വർഷമാണിത്. അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ വളരെ ഓക്വേർഡ് ആൻഡ് റൂഡായിട്ടാണ് ആ ലേഡി ബിഹേവ് ചെയ്തത്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അടുത്ത വീട്ടിലേക്ക് പോയപ്പോഴാണ് അവിടെ ഉള്ളവർ തന്നെ ചോദിക്കുക, നിങ്ങളല്ലാണ്ട് ആരെങ്കിലും അവിടെ പോകുമോ. നമ്മളോട് മാത്രമല്ല എല്ലാവരോടും പുള്ളിക്കാരത്തി അത്ര ഓക്വേർഡായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. സൺസെറ്റ് ഡേ ഇത്ര വരെയായി. ബബിയാൻ്റെയുടെ ഹസ്ബൻഡ് അനിയങ്കൾ ഞങ്ങൾക്ക് ഓരോ ചായ മേടിച്ചു തന്നു. അപ്പോൾ ചായ കുടിക്കാം. അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ജസ്ലി ചേട്ടനാണ് കേട്ടോ ചോദിച്ചത്, ഞാൻ ചായ കുടിക്കുമെന്ന്. വീഡിയോസൊന്നും ആൾ കാണാറില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. പിരിവ് കഴിഞ്ഞ് വന്നാൽ സേറമോളുടെ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നിട്ട് കാശും രസീതും ഒക്കെ തമ്മിൽ കണക്ക് കൂട്ടിയൊക്കെ നോക്കും. ഇന്ന് മറ്റൊരു ചടങ്ങും കൂടിയുണ്ട്. കുരിശടിയിലെ അറ്റകുറ്റപ്പണികൾ, വയറിങ്, ചോറ്, ഈ പണികളൊക്കെ ചെയ്യാനായിട്ട് തിരുനാൾ കമ്മിറ്റി അഡ്വാൻസ് കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് മാൽക്കം ചേട്ടനാണ്. നമ്മൾ കുടിച്ച ജ്യൂസിൻ്റെ കാശ് ഞാൻ കൊടുത്തോളാമെന്നും പറഞ്ഞ് പുള്ളി അവിടെ ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ നേരെ കിച്ചണിൽ കയറി മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി മുട്ടക്കറി ആക്കാമെന്ന് കരുതി ഡിന്നറിന്. കുക്കു സാറ് നാളത്തെ എക്സാമിന് വേണ്ടി ഓൾറെഡി പഠിച്ചു തുടങ്ങിയിരുന്നു. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഞങ്ങൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മൂമ്മ, 2 അമ്മൂമ്മമാരുണ്ടായിരുന്നു അവിടെ. ഒരാൾ നല്ല പ്രായം ചെന്ന ആളായിരുന്നു. കസരയിൽ നിന്ന് എങ്ങനെയൊക്കെയോ എണീറ്റ്, അയ്യോ മക്കളെ, ഞാൻ ഇത്രയും പേരെ കണ്ടിട്ട് ഒരുപാട് നാളായി, നിങ്ങൾ ഇവിടെ വരെ വന്നല്ലോ, എന്നെ കാണാൻ വന്നല്ലോ എന്നൊക്കെ. നമ്മൾ പിരിവിനാണ് ചെന്നതെന്നൊന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അമ്മൂമ്മേനെ കാണാൻ വന്നു എന്ന് വിചാരിച്ചിട്ടാണ് അത്ര എക്സൈറ്റഡ് ആയത്. ഇത്രയും പേരെ ഞാൻ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് കൈ രണ്ടും ഇങ്ങനെ നീട്ടി നിൽക്കുമായിരുന്നു. ഈ ക്യൂട്ട്നെസ് ഓവർലോഡിങ് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു സംഭവം. അമ്മൂമ്മയുടെ 2 കവിളിലും പിടിച്ച് ജുജുജുജൂന്ന് വെക്കാനാണ് തോന്നിയത്. അപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളോട് അത്രയും റൂഡായിട്ട് ബിഹേവ് ചെയ്ത ആളെയും ഈ ഒരു അമ്മൂമ്മേനെയും അവരുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ മനുഷ്യർ ഓർത്ത് വെക്കുന്നതിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പുതിയൊരു എക്സാമ്പിൾ കൂടിയായി. ഇങ്ങോട്ട് വന്ന് ചൊറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാത്ത ഒരാളോട് ഔട്ട് ഓഫ് ബ്ലൂ അങ്ങനെ റൂഡായിട്ട് സംസാരിക്കുന്നതും അങ്ങനെ ബിഹേവ് ചെയ്യുന്നതും അറഗൻസ് കാണിക്കുന്നതും ഒക്കെ ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അത് നല്ലതാണെന്ന് നിങ്ങളാരും പറയുമെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാം. എഗ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റെഡി ടു കുക്ക് ആയതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, പാൻ വെച്ച് ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. ഈ പാനിൻ്റെ പിടി പകുതി ഒടിഞ്ഞു പോയേക്കുന്നതാണ്, പക്ഷേ അത് നല്ല കനമുള്ള പാനാണ്. ഞാൻ ചപ്പാത്തി ഹൈ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് പാനൊക്കെ വളഞ്ഞു പോകും, അത്രയും ഹീറ്റ് താങ്ങത്തില്ല അത്. അതുകൊണ്ട് ഞാൻ കളയാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. കുക്കറിലെ കൂട്ടിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും പഞ്ചസാരയും. മുട്ടക്കറിക്ക് ഒരു ഇത്തിരി മധുരം വേണം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് വഴന്ന് വരാനായിട്ട് വെക്കാം. മീൻ വെയിൽ ഷടപടിയിൽ നമുക്ക് ഒരു പാക്കറ്റ് ചപ്പാത്തി അങ്ങോട്ട് ചുട്ടുമാറ്റാം. എനിക്കും ആലനും കുക്കൂനും ഉള്ളത് മതി. നിലു ചോറ് കഴിക്കും, അമ്മ വാരി കൊടുത്ത് കാണും അവന്. കുറച്ച് വിഷ്വൽസ് ഇതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. സേറമോളുടെ അമ്മമ്മ നമ്മൾ പിരിവ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് കരിപ്പട്ടി കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വല്ല കടിയും ഒക്കെ കാണും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഈ പിരിക്കാൻ പോകുമ്പോൾ തന്നെ ഡബ്ബയിൽ നെല്ലിക്കയും ലൗലോലിക്കയും ഒക്കെ ഉപ്പിലിട്ടതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടതുപോലെ ചില വീടുകളിൽ നിന്ന് കറിവേപ്പിലയും ഇലിമ്പിക്കയും പേരയ്ക്കയും ഒക്കെ കിട്ടും. ഇതൊക്കെ കഴിച്ച് സൊറയും പറഞ്ഞ് അങ്ങ് നടക്കും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊന്നും ഇനിയിപ്പോൾ ഇവിടെയും കാണത്തില്ലായിരിക്കും. പക്ഷേ പറ്റുന്നിടത്തോളം കാലം ഈ വേരുകളുണ്ടല്ലോ അത് മുറുക്കി പിടിക്കണം എന്ന് തന്നെയാണ് തീരുമാനം. കുക്കൂന് നാളെ മലയാളം എക്സാമാണ്. അതിൻ്റെ ടെൻഷൻ അവൻ്റെ മുഖത്തുണ്ട്. ഒരുപാട് നേരമായി കേട്ടോ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പോയപ്പോൾ ഇത്രയും നീ പഠിച്ചു വെക്കണം, തിരിച്ചു വരുമ്പം അമ്മ ഇത്രയും പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. അതത്രയും അവൻ പഠിച്ചു കഴിഞ്ഞു. സവാളയൊക്കെ വഴന്ന് വന്നു കഴിഞ്ഞു. 2 പച്ചമുളകും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് കീറിയിട്ടിട്ടുണ്ട്. പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നിറത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും. അപ്പുറത്തായിട്ടിരിക്കുന്നത് അമ്മ ഇന്നലെ വെച്ചു എന്ന് ഞാൻ പറഞ്ഞ അയിലക്കറിയാണ്. അത് നാളത്തേക്കും കൂടെ ഉണ്ടാവും. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് പുഴുങ്ങിയെടുക്കാനുള്ള 3 എഗ്ഗും കൂടെ വെച്ചിട്ട് നമുക്ക് കുക്കറങ്ങ് അടയ്ക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ കുക്കറങ്ങ് ഓഫ് ചെയ്താൽ മതി. മല്ലിയിലയും ഞാൻ ഇപ്പോഴും തന്നെ ഇട്ട് കേട്ടോ. പിന്നെ ഇനി ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മലയാളമാണല്ലോ പഠിപ്പിക്കേണ്ടത്.
മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നേരത്തെ പറഞ്ഞ പോലെ തീ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കിവിടെ കഴുകാനായിട്ട് ആകെ ഒരു ചോപ്പിംഗ് ബോർഡ് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ കുറച്ച് പാത്രങ്ങളെ ഉപയോഗിക്കാറുള്ളൂ. എൻ്റേതൊരു കുഞ്ഞു കിച്ചണല്ലേ, അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾക്ക് ഞാൻ പാചകം ചെയ്യുമ്പോൾ അവിടെ നീറ്റായിട്ട് തോന്നുന്നത്. അതിൻ്റെ മെയിൻ റീസൺ വളരെ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കുക്കുവിനെ പഠിപ്പിച്ചു. അമ്മയും നിലവും അപ്പുറത്തെ പറമ്പിൽ എവിടെയോ ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് അവൻ്റെ അലർച്ചയൊക്കെ കേൾക്കാം. വന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ മലയാളം പഠിത്തം കഴിയാത്തതുകൊണ്ട് അമ്മ തിരിച്ചവനെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആലനോട് പിന്നെ വന്ന് എടുക്കാൻ പറഞ്ഞാൽ മതിയെന്ന്. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുക്കുവിൻ്റെ ബുക്കിൽ വരയ്ക്കണം, കീറണം, അവന് പഠിക്കണം എന്നൊക്കെ പറയും. വാശി പിടിച്ച് ബുക്ക് കീറുകയും ചെയ്യും. ഞങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആലൻ പോയി ആളെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഡിന്നർ കഴിക്കാമെന്ന് കരുതി. ക്വിക്സയിൽ മീറ്റ് മേടിക്കാൻ പോയെന്ന് കണ്ടൊരു കുഞ്ഞി ഫുട്ബോൾ, അത് ഞാൻ ഇവന് മേടിച്ചു കൊടുത്തു. കുക്കുവിന് വലുതുണ്ടല്ലോ. കനകാട്ടം പാത്രിക്കെ മയിലാട്ടം പാത്രിക്കെ ഇതെന്നെ ആട്ടെന്ന് தெரியாതെ എന്ന് പറയുന്ന കണക്ക് ഇതൊക്കെ ഏത് സ്റ്റെപ്പാണോ എന്തോ. അവൻ്റെ ഡാൻസ് കണ്ടിട്ട് കുക്കുസാറിന് ചിരി സഹിക്കാൻ വയ്യാതെ ചിരിച്ച് ആൾ സൈക്കിളിൽ നിന്ന് താഴെ വീണു. ഞാൻ കിച്ചണിൽ ഡിന്നർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയുള്ള ടെൻഷൻ ഈ ബോൾ തട്ടി ആ പാത്രം താഴെ വീഴാതെ ഇതുങ്ങളെ എല്ലാവരെയും കഴിപ്പിക്കുക എന്നുള്ളതാണ്. നിലു കഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എഗ്ഗ് മാത്രം മതി, ചപ്പാത്തി വേണ്ടാന്നും പറഞ്ഞിട്ട് വന്നിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനും കഴിക്കും. അതും എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ് മാത്രം കഴുകിയാൽ മതിയല്ലോ. പിന്നെ ആ കുക്കറും ചപ്പാത്തി ഉണ്ടാക്കിയ പാനും ഡിഷും. രാവിലെ എണീക്കുമ്പോൾ തിരിച്ച് കബേർഡിലേക്ക് വെക്കാനുള്ള പാത്രങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിരിക്കും. കറക്റ്റായിട്ട് ആലൻ്റെ തലയിലും കുക്കുവിൻ്റെ തലയിലും ഒക്കെ ഓരോ ഗോള് വീതം അടിക്കുന്നുണ്ട്. അടി കൊണ്ടു കഴിയുമ്പോൾ ഗോളെന്നും പറഞ്ഞ് അവൻ തന്നെ തുള്ളിച്ചാടും. അപ്പോൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരുപാട് ചാനൽസ് ഉള്ള സമയത്ത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കാണാൻ നിങ്ങൾ മാറ്റിവെച്ച സമയത്തിന് ഐ ആം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം.